വാർത്താമഴ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വീണ്ടും അറസ്റ്റ്. മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജു അറസ്റ്റിൽ. കേസിൽ 7ാം പ്രതിയാണ് KS ബൈജു. വൈദ്യപരിശോധന പൂർത്തിയാക്കി KS ബൈജുവിനെ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടെ ചോദ്യം ചെയ്യൽ നടക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. മനീഷ് മഹിവാലും S വിജയകുമാറും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം മനീഷ് മഹിവാലിലേക്കാണ്. മനീഷ്, ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു അറസ്റ്റ് കൂടി ഉണ്ടാവുകയാണ്. കസ്റ്റോഡിയൻ എന്ന നിലയിൽ ഈ പാളികൾ കൈമാറുന്ന ഘട്ടത്തിൽ അതിൽ ഇടപെടേണ്ട ആളായിരുന്നു KS ബൈജു. പക്ഷേ അതുണ്ടായില്ല. അതിന് മേൽനോട്ടം വഹിക്കുകയോ പകരം ആരെയെങ്കിലും ചുമതലപ്പെടുത്തുകയോ ചെയ്തില്ല. ഇതൊക്കെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ സംഭവിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ടല്ലോ ഈ അറസ്റ്റ്. മനീഷ് മഹിവാൽ. റിജിത്ത്, ഇന്നത്തെ ഈ SITയുടെ ഈ നീക്കം വളരെ നാടകീയമായിരുന്നു. ഓരോ അറസ്റ്റും വളരെ നാടകീയമാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിലെ മൂന്നാമത്തെ അറസ്റ്റിലേക്ക്, ഒന്നാമത്തെ മുരാരി ബാബു ആയിരുന്നു, പിന്നീട് സുധീഷ് കുമാറാണ്, ഇപ്പോൾ ഇതാ KS ബൈജുവിലേക്ക് എത്തി നിൽക്കുന്നു. ഇന്നത്തെ ഈ അറസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നാളെ ഇതിലെ പ്രധാനപ്പെട്ട 2 പ്രതികൾ മുരാരി ബാബുവിനെ സുധീഷ് കുമാറിനെ നാളെ കസ്റ്റഡിയിൽ ലഭിക്കും. അങ്ങനെ കസ്റ്റഡിയിൽ ലഭിക്കുന്ന ഇവരെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പം തന്നെ ഈ KS ബൈജുവുമായി ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ SIT സംബന്ധിച്ച് വളരെ നിർണായകമാണ്. SIT ഇതിൽ ഓരോ പ്രതിയെയും കസ്റ്റഡിയിൽ എടുക്കുക, അല്ലെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുൻപ് ഇവർക്കെതിരായി ലഭിക്കുന്ന എല്ലാ തെളിവുകളും ശേഖരിച്ച ശേഷം മാത്രമാണ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ N വാസുവിനെ, നേരത്തെ തിരുവാഭരണം ദേവസ്വം കമ്മീഷണർ അല്ലെങ്കിൽ നേരത്തെ മുൻ പ്രസിഡന്റായിരുന്ന ദേവസ്വം പ്രസിഡന്റായിരുന്ന N വാസുവിന്റെ മൊഴിയിൽ ഇയാളെ പറ്റി, ഈ KS ബൈജുവിനെ പറ്റി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ലഭിച്ചിരുന്നു. അന്ന് 2019 അന്ന് മഹർസറിൽ ഈ 2 കാര്യങ്ങൾ, അന്ന് ദ്വാരപാല ശില്പത്തിലെ സ്വർണ്ണപ്പാളികളും ഒപ്പം തന്നെ ഈ വാതിൽപ്പടിയിലെ സ്വർണവും കൊണ്ടുപോകുന്ന സമയത്ത് 2019 എന്തുകൊണ്ട് മഹർസറിൽ ഇയാൾ ഒപ്പിട്ടില്ല എന്നത് സംബന്ധിച്ച് ദുരൂഹമായ ചോദ്യം SITക്ക് മുൻപിൽ ഉണ്ടായിരുന്നു. പക്ഷേ SITയുടെ പിന്നീടുള്ള അന്വേഷണത്തിൽ മനഃപൂർവ്വമായി KS ബൈജു മാറി നിന്നതാണ്. കാരണം അത് ദേവസ്വം മാനുവൽ ലംഘനം എന്ന രീതിയിൽ സ്പെഷ്യൽ കമ്മീഷണർ ഇത് പിടിക്കും. ഇത് പിന്നീട് ദേവസ്വം ബെഞ്ചിനടക്കം ഇക്കാര്യങ്ങൾ സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കുമ്പോൾ ഈ തിരുവാഭരണ കമ്മീഷണർ ഓരോ 6 മാസം കൂടുമ്പോഴും ഈ തിരുവാഭരണങ്ങൾ കൈമാറ്റം ചെയ്യുന്ന സംഗതി സംബന്ധിച്ച് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള അറ്റകുറ്റപ്പണി നടത്തുന്ന എല്ലാ വിവരങ്ങളും ഓരോ 6 മാസം കൂടുമ്പോഴും അത് സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കേണ്ടതാണ്. അങ്ങനെ സ്പെഷ്യൽ കമ്മീഷണറുടെ ലഭിക്കേണ്ട രേഖകൾ ലഭിക്കാതെ, അതായത് തിരുവാഭരണ കമ്മീഷണർ ഒപ്പിടാതെ വന്നാൽ ആ രേഖ അത് സ്പെഷ്യൽ കമ്മീഷണർക്ക് ലഭിക്കില്ല. അങ്ങനെ ലഭിക്കാതിരിക്കാൻ മാത്രം ഈ തിരുവാഭരണ കമ്മീഷണർ ഒന്നും ഒപ്പിട്ടില്ല. അതിനുശേഷം ഈ കൈമാറ്റം നടക്കുന്നത് 7ാം മാസമാണ്. 2019 7ാം മാസം ജൂലൈ 19 ഈ കൈമാറ്റം നടക്കുന്നത്. 2019 ഈ ജൂലൈ മാസം 19 അതിനുശേഷം പിന്നീട് ഇദ്ദേഹം വിരമിക്കുന്നു. ഒക്ടോബറിന് ശേഷം പിന്നീട് രാധാകൃഷ്ണൻ എന്ന ആളാണ് തിരുവാഭരണ കമ്മീഷണർ എത്തുന്നത്. രാധാകൃഷ്ണൻ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിന് കത്ത് നൽകിയിരുന്നു. ആ കത്തിന്റെ പകർപ്പ് കൂടി ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പകർപ്പാണ് പുറത്തുവിട്ടുള്ളത് ദേവസ്വം ഡെപ്യൂട്ടി അന്നത്തെ കമ്മീഷണറായിരുന്ന CR രാധാകൃഷ്ണനാണ്. അന്നത്തെ ഈ തിരുവാഭരണ കമ്മീഷണർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ശബരിമലയിലെ ക്ഷേത്ര സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ വലിയ പാകപ്പിഴവുണ്ടെന്ന് കാണിച്ച് അന്ന് കത്ത് നൽകിയിരുന്നു. പക്ഷേ അദ്ദേഹത്തെ അതിനുശേഷം 2 മാസം ഡിസംബർ മാസം ഈ പറയുന്ന രാധാകൃഷ്ണനെ അവിടെ നിന്ന് സ്ഥലം മാറ്റി. അങ്ങനെ ഏറെക്കുറെ വ്യക്തമായി KS ബൈജുവിൻ്റെ ഇതിലെ പങ്ക് എന്താണെന്നുള്ള കാര്യം ഏറെക്കുറെ ഈ രേഖകൾ ഈ കത്ത് പുറത്തുവിടുമ്പോൾ തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ 2 കേസിലും ഇയാൾ പ്രതിയാണ്. ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിലും ഒപ്പം തന്നെ കട്ടിളപ്പാളി കൊണ്ടുപോയതിലും ഒക്കെ തന്നെ 2 കേസിലും ഇയാൾ പ്രതിയാണ്. ഈ കട്ടിളപ്പാളി കേസിലാണ് 7ാം പ്രതി. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ KS ബൈജുവിൻ്റെ അറസ്റ്റിന് പിന്നാലെ ഇനി ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീയുടെ അറസ്റ്റ് കൂടി നാളെ ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല. ഒപ്പം തന്നെ മുൻ ദേവസ്വം പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന N വാസുവിന്റെ ചോദ്യം ചെയ്യൽ അറസ്റ്റടക്കമുള്ള നടപടിയിലേക്ക് കൂടി SIT നീങ്ങുമോ എന്ന് കൂടി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഇന്നലെയായിരുന്നു ഈ SITയുടെ മേധാവി, SITയുടെ തലവനും ഒപ്പം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട ADGP വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ഉന്നതതല യോഗം ചേർന്നിരുന്നു. ഒപ്പം തന്നെ ആ യോഗത്തിന് തൊട്ടു മുൻപായിരുന്നു 2ാം ഇടക്കാല റിപ്പോർട്ട് ദേവസ്വം ബെഞ്ചിന് മുൻപിൽ സമർപ്പിച്ചതും. ദേവസ്വം ബെഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പറഞ്ഞ വളരെ നിർണായകമായിട്ടുള്ള കുറേ പരാമർശങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ കർശന നിർദ്ദേശം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നിൽക്കുന്ന അന്വേഷണമായതുകൊണ്ട് തന്നെ ഒരു തരത്തിലും വെള്ളം ചേർക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയില്ല. രാഷ്ട്രീയ സ്വാധീനങ്ങളോ സമ്മർദ്ദങ്ങളോ. മനീഷ് മഹിവാലാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുമ്പിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വീണ്ടും അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. ഉദ്യോഗസ്ഥ തലത്തിലേക്ക് ഈ കേസിന്റെ അന്വേഷണം നീങ്ങുകയാണ്. പല വമ്പന്മാരും കുടുങ്ങും എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചില അറസ്റ്റുകൾ SITയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിന്റെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു SIT. കേസിൽ 7ാം പ്രതിയാണ്. 2 കേസുകളിലും KS ബൈജു പ്രതിയാണ്. വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിജയകുമാർ, മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കം ഇതിനോടകം തന്നെ അന്വേഷണ സംഘം ആരംഭിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ നാളെ കസ്റ്റഡിയിൽ കിട്ടാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ മുന്നിൽ കാണുന്നത്. KS ബൈജു കൂടി അറസ്റ്റിലാകുന്നു.
ഈ സാഹചര്യത്തെ നോക്കിക്കാണേണ്ടത് എങ്ങനെയാണ്? ഈ പേരുകൾക്കപ്പുറത്തേക്ക് വമ്പൻ സ്രാവുകളും വമ്പൻ പേരുകളും സംശയമുനയിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. എൻ വാസു ആയിക്കോട്ടെ, ജയശ്രീ ആയിക്കോട്ടെ, മുൻ ദേവസ്വം പ്രസിഡന്റുമാരായിക്കോട്ടെ, നിലവിലെ ബോർഡ് തന്നെ വലിയ സംശയനിലയിൽ നിൽക്കുന്ന സാഹചര്യം. ഹൈക്കോടതി കൃത്യമായി കാര്യങ്ങൾ നിരീക്ഷിച്ച് ഗുരുതര സ്വഭാവത്തിലുള്ള വിഷയമാണ് ഇത് എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്ന സാഹചര്യം. വിജയകുമാർ, റിജിത്ത്, 2019-ലെയും നിലവിൽ 2025-ലുമുള്ള രണ്ട് ദേവസ്വം ബോർഡുകളും പൂർണ്ണമായും ഏതാണ്ട് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഇന്നത്തെ ഈ മുൻ തിരുവാഭരണം കമ്മീഷണറുടെ അറസ്റ്റിനെ കാണേണ്ടത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇതിലെ രണ്ടാമത്തെ ഇടക്കാല റിപ്പോർട്ട് പരിഗണിച്ച ശേഷം ചില നിർണായക നിരീക്ഷണങ്ങൾ ഈ കേസിൽ നടത്തിയിരുന്നു. ഒരുപക്ഷെ നമ്മൾ കരുതിയതിനൊക്കെ അപ്പുറത്തേക്ക് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് വലിയ മാനങ്ങളുണ്ട് എന്ന് ഹൈക്കോടതി തന്നെ സൂചിപ്പിക്കുകയും അത് ഉത്തരവിൻ്റെ ഭാഗമാക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് SIT വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടത്തുന്നത്. 2019 ജൂലൈയിൽ ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്ത് ഇത് ചെന്നൈയിലേക്ക് അയക്കുന്നതിന് മുൻപ്, അങ്ങനെ അയക്കാൻ പാടില്ല, അത് തന്നെ ദേവസ്വം മാനുവലിന് വിരുദ്ധമാണ്, ശബരിമലയിൽ വെച്ച് തന്നെ ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ നിയമവിരുദ്ധമായി അങ്ങനെ അയക്കുന്ന സമയത്ത് അവിടെ ബൈജുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല, ഈ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഉറപ്പായും അവിടെ ഇത്തരം ജോലികൾ ചെയ്യുന്ന സമയത്ത് ഈ സ്വർണ്ണ ആഭരണങ്ങളും അതുപോലെ ഈ സ്വത്തുക്കളുമൊക്കെയായി ബന്ധപ്പെട്ട് താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം അവിടെ ഉണ്ടാവേണ്ടതാണ്. ഇത് പരിശോധിച്ച് ഇതിൻ്റെ അളവടക്കം രേഖപ്പെടുത്തി അതിന് അനുമതി കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ട ജോലി ചെയ്യാനോ അതിന് ആളുകളെ നിയോഗിക്കേണ്ടി വരുന്ന ഉദ്യോഗസ്ഥരാണ്. പക്ഷേ അദ്ദേഹം നാടകീയമായി അന്ന് സന്നിധാനത്തുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് വിട്ടുനിന്നത് എന്നതിൽ അദ്ദേഹം നൽകുന്ന ഉത്തരം ഈ കേസിലെ ഒരു പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റായി മാറും. ആരുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം അവിടെ നിന്ന് വിട്ടുനിന്നത് എന്നത് ഒരു ചോദ്യം. മറ്റൊന്ന്, സ്വമേധ അദ്ദേഹം വിട്ടുനിന്നെങ്കിൽ അതിനൊരു കാരണമുണ്ടാകും. ഈ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല എന്ന് കരുതി മാറുന്നതാണോ? ഈ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹത്തോട് SIT ചോദിക്കാൻ പോകുന്നത്. അതിന് അദ്ദേഹം നൽകുന്ന ഉത്തരം ഈ കേസിൻ്റെ തുടരന്വേഷണത്തിൽ നിർണായകമാണ്. നമ്മൾ കരുതുന്നത്, നമുക്ക് കിട്ടുന്ന അനൗദ്യോഗിക സൂചനകൾ അനുസരിച്ച് ഈ SIT വലിയ അറസ്റ്റുകൾക്ക്, വലിയ നീക്കങ്ങൾക്ക് തയ്യാറെടുക്കുന്നു ഹൈക്കോടതിയുടെ കഴിഞ്ഞ ദിവസം സിറ്റിങ്ങിന് ശേഷം എന്ന് തന്നെയാണ്. അതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന അറസ്റ്റ്. ഒരു പക്ഷേ അടുത്ത 48 മണിക്കൂറിലോ 72 മണിക്കൂറിലോ SIT അടുത്ത നീക്കം നടത്തിയേക്കാം. അത് ഒരു പക്ഷേ കുറെ കൂടി ഗൗരവമുള്ള, ഇപ്പോഴത്തെ അറസ്റ്റിനേക്ക് അപ്പുറത്തേക്കുള്ള ചില നീക്കങ്ങളൊക്കെ ആയിരിക്കാം. അതിനുള്ള കളമൊരുക്കലായിരിക്കാം ഈ 7ാം പ്രതിയായ മുൻ തിരുവാഭരണം കമ്മീഷണറുടെ അറസ്റ്റ് എന്ന സൂചന കൂടി വരുന്നുണ്ട്. അപ്പോൾ നാളെ ഈ 3 ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്ന സമയത്ത് ഒരുമിച്ച് ചോദ്യം ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിലൊക്കെ കൂടുതൽ വിവരങ്ങളാണ് SITക്ക് കിട്ടാൻ പോകുന്നത്. ആ വിവരങ്ങൾ ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ഈ 7ാം പ്രതി അറസ്റ്റ് ചെയ്തത് കേവലം ഒരു നാടകീയ നീക്കം എന്നതിനപ്പുറത്തേക്ക് അടുത്ത് നടക്കാനിരിക്കുന്ന വലിയ നീക്കങ്ങളുടെ ഒരു ചവിട്ടുപടിയായി വേണം ഈ അറസ്റ്റിനെ കാണേണ്ടത്. അദ്ദേഹം നൽകാൻ പോകുന്ന വിവരങ്ങൾ അത്രത്തോളം പ്രധാനപ്പെട്ടതുമായിരിക്കും ഈ കേസിൽ മറ്റു ഉദ്യോഗസ്ഥർ നൽകിയതിനപ്പുറത്തേക്ക് ഉള്ള വിവരങ്ങൾ നൽകാൻ പറ്റുന്ന ശരി, വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്റെ അറസ്റ്റിലേക്ക് കൂടി അന്വേഷണ സംഘം കടന്നിരിക്കുകയാണ്. ഇനി ഏതൊക്കെ പേരുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് കുടുങ്ങാൻ പോകുന്നത് എന്നതാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 2 കേസുകളിലും പ്രതിയായ മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിന്റെ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നു. കേസിൽ 7ാം പ്രതിയാണ് KS ബൈജു. വൈദ്യപരിശോധന പൂർത്തിയാക്കിയപ്പോൾ KS ബൈജുവിനെ ചോദ്യം ചെയ്യുകയാണ്. KS ബൈജുവിനെ ചോദ്യം ചെയ്തതിൽ നിന്ന്, മുരാരി ബാബുവിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളിൽ നിന്ന്, സുധീഷ് കുമാറിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളിൽ നിന്നൊക്കെ ഏതൊക്കെ വമ്പൻ സ്രാവുകളിലേക്കാണ് ഇനി ഇതിന്റെ അന്വേഷണം നീളുന്നത് എന്നതാണ് എല്ലാവരും ശ്രദ്ധയോടുകൂടി ഉറ്റുനോക്കുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടവും നിരീക്ഷണവും ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ശബരിമലയിലെ ക്ഷേത്രം സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിലെ പാകപ്പിഴ ചൂണ്ടിക്കാണിച്ച് തിരുവാഭരണം കമ്മീഷണർ 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അയച്ച കത്തിന്റെ പകർപ്പ് 24-ന് ദേവസ്വം മാനുവൽ പാലിക്കുന്നില്ല എന്നും ഉരുപ്പടികളുടെ രജിസ്റ്ററുകൾ കൃത്യമായി പാലിക്കുന്നില്ല എന്നും RG രാധാകൃഷ്ണൻ ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന് അയച്ച കത്തിൽ പറയുന്നുണ്ട്. കത്തിൽ ദേവസ്വം ബോർഡ് തുടർ നടപടികൾ എടുത്തില്ല എന്ന് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന CR രാധാകൃഷ്ണൻ 24-നോട് പറഞ്ഞു. 2019 ഈ മദ്രാസിൽ കൊണ്ടുപോയിട്ട് ദ്വാരപാല വിഗ്രഹങ്ങളിൽ ആ ചെമ്പിൽ സ്വർണം പൂശിയതിന് ശേഷം ഈ ആഗസ്റ്റ് മാസം 30-ാം തീയതി എഴുതിയ മാസം എഴുതിയതിന് ശേഷം തിരുവാഭരണം കമ്മീഷൻ ഓഫീസിൽ വന്ന് ഇമ്മീഡിയറ്റായിട്ട് 3 ദിവസത്തിനകം പ്രസിഡന്റിന് ഒരു വിശദമായ കത്ത് തയ്യാറാക്കി അയക്കുകയായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഇത്തരം സാധനങ്ങളെല്ലാം ഇതിൻ്റെ റൂൾ അനുസരിച്ചും സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചും മാനുവൽ നിയമങ്ങൾ അനുസരിച്ചല്ല ചെയ്യുന്നത്. മാത്രമല്ല ക്ഷേത്രങ്ങളിലാകെ മൊത്തമുള്ള ഈ
വരുമാനം സംബന്ധിച്ച് എങ്ങനെ തിരുവാഭരണങ്ങളുടെ ഭരണിപാത്രങ്ങളുടെ വിലപിടിച്ച ഉരുപ്പടികളുടെ രജിസ്ട്രികൾ കൃത്യമായി പാലിക്കുന്നില്ലെന്നും അതിൻ്റെ വെരിഫിക്കേഷൻ നടക്കുന്നില്ലെന്നും അതിൻ്റെ എണ്ണപ്പടി പരിശോധനയില്ലെന്നും അതിൻ്റെ റെക്കോർഡുകൾ യഥാസമയം താഴെയുള്ള ഓഫീസുകളിൽ മേലോട്ട് അയക്കുന്നില്ലെന്നും അടിയന്തരത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ കാര്യം റെക്ടിഫൈ ചെയ്യണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് നേരിട്ട് തിരുവാഭരണ കമ്മീഷൻ കത്തയക്കുകയായിരുന്നു. ഈ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ അടിമുടി വീഴ്ചയുണ്ട് എന്നായിരുന്നു ഈ കത്തിന്റെ ഉള്ളടക്കം. ആ കത്തിൽ പക്ഷേ ദേവസ്വം ബോർഡ് പിന്നീട് തുടർ നടപടികളൊന്നും എടുത്തില്ല എന്നും ഈ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന CR രാധാകൃഷ്ണൻ 24-നോട് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും എല്ലാത്തിന്റെയും ചുരുളഴിയട്ടെ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അനാസ്ഥയിൽ രോഗിക്ക് ജീവൻ നഷ്ടമായി എന്ന് പരാതി. കൊല്ലം പന്മന സ്വദേശി വേണുവിനെ അടിയന്തര ആൻജിയോഗ്രാമിന് നിർദ്ദേശിച്ചിട്ടും 6 ദിവസമായിട്ടും പരിശോധന നടത്തിയില്ല. മെഡിക്കൽ കോളേജിലെ അനാസ്ഥ വെളിവാക്കുന്ന വേണുവിന്റെ ശബ്ദ സന്ദേശം 24 പുറത്തുവിട്ടു. സംഭവത്തിൽ ആരോഗ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് അൻവർ സാത്ത ഞാൻ ഇന്ന് 5ാമത്തെ ദിവസം ഇവർ എൻ്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. മരണം സംഭവിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വേണു സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശമാണിത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വേണു അനുഭവിച്ച ദുരവസ്ഥ ഈ വാക്കുകളിൽ വ്യക്തമാണ്. ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എൻ്റെ ജീവൻ എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അൻവർ സാത്തെ ആ വോയിസ് എൻ്റെ വോയിസ് റെക്കോർഡ് ഞാൻ നിനക്ക് അയച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയിക്കണം. നെഞ്ചുവേദനയെ തുടർന്ന് ഇക്കഴിഞ്ഞ 31-നാണ് വേണുവിനെ ചവറയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും തുടർന്ന് ജില്ലാ ആശുപത്രിയിലേക്കും എത്തിച്ചത്. അടിയന്തര ചികിത്സ വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 5 ദിവസം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞിട്ടും ഭർത്താവിന് ചികിത്സ നൽകിയില്ലെന്ന് വേണുവിന്റെ ഭാര്യ 24-നോട് പറഞ്ഞു. അവിടെ നിൽക്കുന്ന ഒരു സിസ്റ്റർമാരോട് സിസ്റ്റർ ഇന്ന പേഷ്യന്റ് തലവേദനയാണെന്ന് പറഞ്ഞാൽ അവർ പറയും അത് ഞങ്ങളുടെ ഡ്യൂട്ടി അല്ല, ഡോക്ടർ ഗുളിക തന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് എഴുതി തരാൻ പറ്റൂ. എന്നിട്ട് ഹസ്ബൻഡ് അവിടെ ഭയങ്കരമായിട്ട് ബഹളം വെച്ച് തലവേദന എടുക്കുന്നു. അന്നേരം ഒരു സിസ്റ്റർ ഒന്ന് പറഞ്ഞു വന്ന് ഇഞ്ചക്ഷൻ എടുക്കാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയി. അവർ വന്നില്ല. ഇന്നലെ വൈകിട്ടോടെ ആരോഗ്യനില മോശമായ വേണു മരിച്ചു. ചികിത്സ വൈകിയെന്നാരോപിച്ച് മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും കുടുംബം പരാതി നൽകി. അതേസമയം ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ വിശദീകരണം. ആൻജിയോഗ്രാമിൻ്റെ ടൈം കഴിഞ്ഞിരുന്നു. അത് 24 hours കഴിഞ്ഞ് എവോൾഡ് MI എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആൻജിയോഗ്രാമിൻ്റെ ടൈം കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് റീനൽ ഫംഗ്ഷൻ ക്രിയാറ്റിൻ കുറച്ച് എലിവേറ്റഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് പിന്നെ ആൻജിയോഗ്രാം ചെയ്യാവുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു. സംഭവത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. ഡോക്ടർമാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാരടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തി. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇടപ്പള്ളിക്കോട്ടയിൽ ദേശീയപാത ഉപരോധിച്ചു. വേണുവിന്റെ സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ നടന്നു. 24 കൊല്ലം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ്. 64.7% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ വിജയകുമാർ സിൻഹയുടെ വാഹന വ്യൂഹത്തിന് നേരെ കല്ലേറുണ്ടായി. ശക്തി കേന്ദ്രങ്ങളിലെ ബൂത്തുകളിൽ വോട്ടിംഗ് മന്ദഗതിയിലാക്കാൻ വൈദ്യുതി ബന്ധം തടസ്സപ്പെടുത്തിയെന്ന് RJD ആരോപിച്ചു. 2020 തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ 60% മുകളിൽ പോളിംഗ് എത്തി എന്നത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. സമാധാനപൂർവ്വമായിരുന്നു ആദ്യത്തെ പകുതി വോട്ടിംഗും പുരോഗമിച്ചത്. രാവിലെ തന്നെ പ്രമുഖരായ സ്ഥാനാർത്ഥികളൊക്കെ എത്തി വോട്ട് ചെയ്തു. തേജസ്വി യാദവ്, മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ലാലു പ്രസാദ് യാദവ് അടക്കമുള്ള കുടുംബാംഗങ്ങളോടൊപ്പം എത്തിയാണ് വോട്ട് ചെയ്തത്. നിതീഷ് കുമാർ അടക്കമുള്ളവരും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. ആദ്യ പകുതി കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമാകുമ്പോഴേക്കും പിന്നീട് പലയിടത്തു നിന്നും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉപമുഖ്യമന്ത്രിയായ വിജയകുമാർ സിൻഹയ്ക്ക് നേരെ അദ്ദേഹം മത്സരിക്കുന്ന ലഖിസറായി മണ്ഡലത്തിലുണ്ടായ അക്രമ സംഭവമാണ്. അവിടെ ഒരു ബൂത്തിൽ BJPയുടെ ബൂത്ത് ഏജന്റിന് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊരു പരാതി കിട്ടി താൻ എത്തിയതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. RJD പ്രവർത്തകരാണ് തന്റെ വാഹനം തടഞ്ഞത് എന്ന് അദ്ദേഹം പറയുന്നു. പിന്നീട് വാഹനത്തിന് നേരെ ചെരുപ്പും കല്ലുമൊക്കെ എറിയുന്ന സാഹചര്യമുണ്ടായി. കേന്ദ്രസേന ഇടപെട്ടാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് സുരക്ഷിതനായി മാറ്റിക്കൊണ്ടുപോയത്. അധികാരത്തിൽ NDA വീണ്ടും തിരിച്ചെത്തുമെന്നും അക്രമികൾക്കെതിരെ ബുൾഡോസർ പ്രയോഗിക്കുമെന്നും അദ്ദേഹം ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. ഏതായാലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടുകയും DGPയോട് കർശനമായ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ RJD പ്രവർത്തകർ അവരുടെ ശക്തി കേന്ദ്രങ്ങളായ ബൂത്തുകളിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെടുന്നുണ്ട് എന്നൊരു പരാതിയുമായി എത്തിയിരുന്നു. വോട്ടിംഗ് മന്ദഗതിയിലാക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം നടക്കുകയാണ് എന്നതായിരുന്നു RJDയുടെ ഒരു ആരോപണം. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരമൊന്നും ഇല്ല, അതൊരു വ്യാജ പ്രചാരണം മാത്രമാണ് എന്ന രീതിയിലായിരുന്നു പ്രതികരിക്കുകയും ചെയ്തത്. ഇന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള, അതായത് തായ്ലൻഡ്, ഇന്തോനേഷ്യ, കൊളംബിയ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ചില പ്രതിനിധികൾ അവരവരുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതിനിധികൾ ബീഹാറിലേക്ക് എത്തുകയുണ്ടായി. ബീഹാറിലെ വിവിധ ബൂത്തുകളിലെത്തി ഇവിടുത്തെ ഇലക്ഷൻ പ്രക്രിയ നേരിട്ട് കാണാൻ അവർ ആ അവസരം ഉപയോഗിക്കുകയും ചെയ്തു.
കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന മെഗാ കേബിൾ ഫെസ്റ്റിന് തുടക്കം. 3 ദിവസമായി നടക്കുന്ന പരിപാടി കൊച്ചി മേയർ M. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. CUS സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായ പരിപാടിയിൽ KN ഉണ്ണികൃഷ്ണൻ MLA മുഖ്യാതിഥിയായി. 3 ദിവസം നീണ്ടു നിൽക്കുന്ന 23ാമത് മെഗാ കേബിൾ ഫെസ്റ്റിനാണ് കൊച്ചിയിൽ തുടക്കമായത്. ബ്രോഡ്കാസ്റ്റിംഗ്, ഡിജിറ്റൽ കേബിൾ, ബ്രോഡ്ബാൻഡ് മേഖലകളിലെ 100ഓളം ബ്രാൻഡുകളാണ് പങ്കെടുക്കുന്നത്. മാധ്യമ സെമിനാർ, ടെക്നിക്കൽ സെമിനാർ, ലീഡേഴ്സ് മീറ്റ് തുടങ്ങി സെമിനാർ സെക്ഷനുകളുമുണ്ട്. OTT, സ്മാർട്ട് ഹോം, എന്റർടൈൻമെന്റ്, സെക്യൂരിറ്റി സൊല്യൂഷൻ എന്നിവയുടെ പ്രത്യേക പവലിയനും ഒരുക്കിയിട്ടുണ്ട്. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടി കൊച്ചി മേയർ M. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ദൃശ്യമാധ്യമങ്ങളുടെ ഒരു സ്വാധീനം നമ്മുടെ നാട്ടിൽ അതിശക്തമായിട്ടുണ്ട്. അത് നമ്മുടെ രാഷ്ട്രീയത്തെയും ബാധിക്കുന്നുണ്ട്. ശരിയും തെറ്റുമൊക്കെ പലപ്പോഴും വലിയ നിലയിൽ സ്വാധീനിക്കാൻ മാധ്യമങ്ങൾക്ക്, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾക്ക് കഴിയുന്നൊരു കാലമാണ്. പ്രത്യേകിച്ച് ഒരുപാട് മത്സരങ്ങൾ നടക്കുന്ന ഒരു കാലമാണ്. ദൃശ്യമാധ്യമങ്ങളുടെ സ്വാധീനത്തിന് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ യാതൊരു നിലയിലുമുള്ള കുറവ് സംഭവിച്ചിട്ടില്ല. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. The world is changing each and every moment, especially in our field, in our sector. The technology will change day by day. That we can't be stopped. That's a fact. The only way to escape from that, we should change. COA ജനറൽ സെക്രട്ടറി PB സുരേഷ്, കൊച്ചി കോർപ്പറേഷൻ കൗൺസിലർ CR സുധീർ, COA ട്രഷറർ ബിനു ശിവദാസ്, ജിയോ സ്റ്റാർ TV ഡിസ്ട്രിബ്യൂഷൻ ഹെഡ് പീയൂഷ് ഗോയൽ തുടങ്ങി നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. 24 കൊച്ചി. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ പൂർത്തിയാവുകയാണ്. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.